ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സുജാതയും രഘുവും ജീവനെയും ഹരിയെയും നിത്യയും കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ്. ജ്യോതിയുടെ കാര്യം ഭദ്രമാക്കിയതോടെ ലോകത്തിലെ ഏറ്റവും നല്ല ഭർത്താവായിട്ടാണ് ജീവനെ നിത്യ കാണുന്നത്. പക്ഷേ അവൻ തന്നെയാണ് അവളെ കൊല്ലുമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നത്. ഇത് കേട്ട രഘു പറയുന്നു, വല്ലാത്തൊരവസ്ഥ തന്നെ. തള്ളി പറയേണ്ടതും തള്ളിക്കളയേണ്ടതും സ്വന്തം മകനെ തന്നെയാണ്. ഒരു അവയവത്തിന് ക്യാൻസർ ബാധിച്ചാൽ മുറിച്ചു കളയുകയല്ലേ ചെയ്യേണ്ടത്? ഇത് മുറിച്ചു കളയേണ്ടി വരും. എത്ര വേദന സഹിച്ചിട്ടായാലും അവളെ ഞാൻ അവന് വിട്ടു കൊടുക്കില്ല. ഒരിക്കൽ ഒരു നിമിഷത്തിൽ അവന്റെ മുഖത്ത് മാറി വന്ന ആ ഭാവമുണ്ടല്ലോ, അതൊന്ന് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ മാത്രം മതി. പേടിയാണ് എനിക്ക്. അവർ രണ്ടുപേരും ഒന്നിച്ച് പുറത്തു പോകുമ്പോൾ, ഒന്നിച്ചൊരു വണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ ഒക്കെ എനിക്ക് പേടിയാണെന്ന് സുജാത. താൻ പേടിക്കരുതടോ. പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതുപോലെ അതിന് പരിഹാരങ്ങളും ഉണ്ടാകും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ജ്യോതിയുടെ കാര്യം. വല്ലാത്തൊരു പൊള്ളലായിരുന്നില്ലേ നമുക്ക്? അതാണിപ്പോൾ അവസാനിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നിത്യയുടെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകാം. ഇത്രയും കാലം താൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തതല്ലേ, ഇനിയിപ്പോൾ നമുക്ക് ഒന്നിച്ചാവാം. ഈ പ്രതിസന്ധികളൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ച് നാളത്തേക്കെങ്കിലും നമുക്ക് മനസ്സമാധാനത്തോടെ ഒന്ന് ജീവിക്കണ്ടേ? വേണം. മക്കളും മരുമക്കളും അവരുടെ കുഞ്ഞുങ്ങൾ അവരൊക്കെ ഇടയിൽ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കണം എന്ന് സുജാത. എന്തായാലും ഹരി ഇവിടുന്ന് പോകാൻ പാടില്ല. അത് നമുക്ക് രാമകൃഷ്ണനോട് പറയാം. നിത്യയുടെ കാര്യത്തിലെല്ലാം അവസാനിക്കുമ്പോൾ ബാക്കി ഒരു ഉത്തരമേ ഉള്ളൂ. അത് അവനാണെന്ന് രഘു. വല്ലപ്പോഴുമൊക്കെ അവനങ്ങ് മരിച്ചു പോയെങ്കിൽ എന്ന് ഞാൻ കരുതാറുണ്ട് എന്നൊക്കെ സുജാത കരഞ്ഞുകൊണ്ട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് എല്ലായിടത്തും നിത്യ ആദ്യം അന്വേഷിക്കുകയാണ്. ആദ്യം ഇങ്ങോട്ട് വന്നോ എന്ന് ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നു, ആദ്യം കല്യാണിയും താഴെയില്ലേ എന്ന്. കല്യാണി ഇങ്ങോട്ട് വന്നിട്ടില്ലേ എന്ന് നിത്യ ചോദിക്കുന്നു. കല്യാണി ഉറക്കത്തിൽ നിന്ന് വിളിക്കാൻ ചെന്നപ്പോൾ അവൾ അവിടെ ഇല്ല. അവൾ അവിടെ ഉണ്ടാകുമെന്നോ ഞങ്ങൾ വിചാരിച്ചതെന്ന് ഹരി പറയുന്നു. കുട്ടികളെ രണ്ടുപേരെയും കാണുന്നില്ല, എവിടെ പോയെന്ന് അറിയില്ല. 3 പേരും കൂടി രണ്ടുപേരെയും അന്വേഷിക്കുകയാണ് കുട്ടികളെ. സുജാതയും അവിടേക്ക് കയറി വരുന്നു. കുട്ടികളെ രണ്ടുപേരെയും കാണാത്തതിൽ എല്ലാവരും ഇപ്പോൾ പരിഭ്രമിക്കുന്നുണ്ട്. നീ കാർ എടുത്തിട്ട് പോയി നോക്കാൻ അമ്മാവൻ പറയുന്നു. അങ്ങനെ ഹരി കാറുമായി പുറത്തേക്ക് പോയി നോക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയാണെങ്കിൽ അവർ ഭയങ്കര കരച്ചിലായിരുന്നു. എന്നെ വിട്ട് പോകുന്നത് ഓർത്ത് എന്നൊക്കെ നിത്യ പറയുന്നുണ്ട് ആദ്യയെ പറ്റി. അപ്പോൾ അമ്മാവൻ പറയുന്നു, കല്യാണിയും അത് തന്നെയായിരുന്നു. മക്കളുടെ കാര്യം ചിലപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുന്നത് പോലെ ആയിരിക്കില്ല. അവർ ചിലപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിൽ എന്നെ സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു, വേറെ ഏത് രീതിയിൽ? അമ്മ എന്തായി പറയുന്നത്? വെറുതെ ഓരോന്ന്. ശരവണൻ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ശരവണൻ മാർക്കറ്റിൽ പോയിരിക്കുകയാണെന്ന് നിത്യ പറയുന്നു. ഇനിയിപ്പോൾ ശരവണന്റെ കൂടെ കാണാൻ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമോ എന്ന് അമ്മാവൻ ചോദിക്കുന്നു. മോൾ ആദ്യം ഒരു കാര്യം ചെയ്യുക, ആദ്യം ശരവണനെ ഒന്ന് വിളിക്കുക. എനിക്ക് ഉറപ്പാണ് കുട്ടികൾ അവന്റെ കൂടെ ഉണ്ടാകുമെന്ന് അമ്മാവൻ. ഇവിടെ എന്തിനും മടിക്കാത്ത 2 പേരുണ്ട്. കുട്ടികളെ എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ ചെങ്കിൽ കത്തിക്കേറ്റാമെന്നൊരു ധാരണയുണ്ടാകും എന്ന് സുജാത പറയുന്നു. സുജാത, ഇപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. എനിക്ക് ഉറപ്പാണ് പിള്ളേര് ശരവണന്റെ കൂടെ ഉണ്ടാകും, അല്ലാതെ അവരെവിടെ പോവാനാ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ നിത്യ ശരവണനെ വിളിക്കുന്നു. ശരവണൻ മാർക്കറ്റിൽ നിൽക്കുകയായിരുന്നു. എന്നാൽ ശരവണന്റെ ഒപ്പം കുട്ടികളില്ല. ശരവണൻ പോകുമ്പോൾ കുട്ടികളെ എവിടെയെങ്കിലും കണ്ടിരുന്നോ എന്ന് നിത്യ ചോദിക്കുമ്പോൾ, ഇല്ലമ്മ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ശരവണൻ ചോദിക്കുന്നു. ആദ്യം കല്യാണിയും ഇവിടെ ഇല്ല, അവരെവിടെ പോയതെന്ന് അറിയില്ല, അവരാരോടും പറഞ്ഞിട്ടില്ലെന്ന് നിത്യ. ഇവിടെ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരവണൻ പെട്ടെന്ന് ഇങ്ങോട്ട് വായെന്ന് നിത്യ. തുടർന്ന് മനു ആണെങ്കിൽ ആദിക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറയും മനുവും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്താലോ? നേരെ സുജാത ആന്റിയുടെ വീട്ടിലേക്ക് പോയി ആദ്യം കല്യാണിയും കൂടെ കൂട്ടിയാലോ? അവന് വേണ്ടതെല്ലാം അവൻ സെലക്ട് ചെയ്യട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് അവരെ കൊണ്ടുവിടാമെന്ന് മനു. മോനെ, കുറച്ച് സമയം എൻ്റെ അടുത്ത് കിട്ടുവാണെങ്കിൽ എനിക്ക് അവനോടൊന്ന് അടുക്കാൻ കഴിയുമല്ലോ. നമുക്ക് എന്തായാലും പോകാമെന്ന് മനു. ഞാൻ പറയുന്നത് കേൾക്ക്. എന്തായാലും വിവാഹം കഴിഞ്ഞിട്ട് മതി. വർഷങ്ങളോളം കാത്തിരിക്കേണ്ടല്ലോ. മണിക്കൂർ കഴിഞ്ഞാൽ ജ്യോതിയും ആദ്യം നിന്റെ കൂടെയുണ്ട്. എന്നിട്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നത് സാറ പറയുന്നു. ഹരിയാണെങ്കിൽ ഓരോ കടകളിലേക്ക് ചോദിക്കുന്നുണ്ട്, എൻ്റെ പിള്ളേരെ കണ്ടായിരുന്നോ? രാവിലെ മുതൽ കാണാനില്ല, അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ എന്നൊക്കെ. നിത്യയും ജ്യോതിയും കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റന്നാൾ കല്യാണമല്ലേ, ഇങ്ങനെയൊരു സംഭവം അതിപ്പോൾ അവരെ അറിയിക്കാനും കഴിയുന്നില്ല. എത്രയും പെട്ടെന്ന് കുട്ടികളെ കണ്ടെത്തിയേ പറ്റൂ. നമുക്ക് പോലീസിലൊന്ന് അറിയിച്ചാലോ എന്ന് അദ്ദേഹം പറയുന്നു. പോലീസിൽ അറിയിക്കാൻ വരട്ടെ രാമകൃഷ്ണേട്ടാ. ഈ വീട്ടിൽ നമ്മളെ കൂടാതെ ഒരാളും കൂടി ഉണ്ടല്ലോ. ജീവന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിത്യ പറയുന്നു, അമ്മ എന്തായി പറയുന്നത്? ഈ കല്യാണം നടത്തുന്നത് ജീവനല്ലേ, പിന്നെ ജീവൻ തന്നെ ഇത് മുടക്കാൻ ശ്രമിക്കുമോ? അപ്പോഴേക്കും ജീവൻ അവിടേക്ക് വന്നു. ജീവൻ അവർക്കിടയിലേക്ക് വന്നിരുന്നിട്ട് പറയുന്നു, എന്ത് പറ്റി? എല്ലാവരും എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ആദ്യ കല്യാണി നിന്റെ കൂടെ എങ്ങനെ വന്നായിരുന്നോ മോനെ എന്ന് അമ്മാവൻ ചോദിക്കുന്നു. ഇല്ലെന്ന് ജീവൻ. അവർ എന്റെ കൂടെ വരാനോ? സുജാത ജീവനോട് പറയുന്നു, എടാ സത്യം പറ, കുട്ടികൾ എവിടെ? ഇത് കേട്ട് ജീവൻ പറയുന്നു, അമ്മ എന്തായി പറയുന്നത്? കുട്ടികളെ കാണാനില്ലെങ്കിൽ അന്വേഷിക്കണം, കണ്ടുപിടിക്കണം. അതുകൂടി എന്റെ തലയിൽ എടുത്ത് വെക്കാനാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇവിടെ ആർക്കും മനസ്സിലാവാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് നീയാണ്. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് ചോദിക്കുന്നത്. അമ്മേ, നിങ്ങൾ ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കിതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല, എനിക്ക് അറിയത്തുമില്ലെന്ന് ജീവൻ.
ജീവൻ ഇപ്പോൾ നിത്യയോട് പറയുന്നു, നിത്യയെ ആദ്യം നിന്നെ പിരിഞ്ഞു പോകില്ലെന്ന് ഞാൻ നിനക്കൊരു വാക്ക് തന്നായിരുന്നോ? അത് സത്യമാണോ? അപ്പോൾ ഞാൻ ആദ്യം എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിക്കുന്നു. രാമകൃഷ്ണേട്ട, ഇനി താമസിപ്പിക്കേണ്ട, പോലീസിൽ അറിയിക്കുന്ന സുജാത. പോലീസ് വരട്ടെ, ഇവിടെയുള്ള ഓരോരുത്തരെയായിട്ട് ചോദ്യം ചെയ്യട്ടെ. ആരാ കള്ളത്തരം കാണിച്ചെന്ന് അവർ കണ്ടുപിടിക്കട്ടെ എന്ന്. വിളിക്കേ. എത്ര ഉന്നതന്മാരായ പോലീസ് ഓഫീസർ വേണമെങ്കിലും വിളിച്ചോളൂ. എൻ്റെ അമ്മയെ ചെയ്യാത്ത കാര്യത്തിന് തലകുനിച്ച് നിൽക്കാൻ എന്നെ കിട്ടില്ല. എന്നെ ജീവൻ പറയുമ്പോൾ അമ്മാവൻ പറയുന്നു, മോനെ ഇപ്പോൾ തർക്കിച്ച് നിൽക്കാനുള്ള സമയമില്ല, എന്തായാലും നമുക്ക് പോലീസിലെ അറിയിക്കാം. അങ്ങനെ അമ്മാവൻ പോലീസിനെ വിളിക്കാനായി പോകുന്നു. അപ്പോഴും ജീവന്റെ ഭാവം ശ്രദ്ധിക്കുകയാണ് സുജാത. ഹരിയാണെങ്കിൽ എല്ലായിടവും കുട്ടികളെ അന്വേഷിക്കുന്നുണ്ട്, ഓട്ടോക്കാരോടത്തൊക്കെ ചോദിക്കുന്നു. ജ്യോതി ഇപ്പോൾ നിത്യയെ പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുവന്നിട്ട് പറയുന്നു, നിത്യച്ചി സത്യം പറ, ആദ്യം എവിടെയാ ഉള്ളത്? നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് നിത്യ പറയുമ്പോൾ ജ്യോതി പറയുന്നു, നിത്യച്ചിക്ക് ആദ്യം പിരിഞ്ഞിരിക്കാനുള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം. അതിനുവേണ്ടി അവനെ എവിടേക്കെങ്കിലും മാറ്റി നിർത്തിയിരിക്കുകയാണോ? ഞാൻ അവനെ ഒരു മകനായി കണ്ടിട്ടില്ല, ഒട്ടും പരിഗണിച്ചിട്ടില്ല. പക്ഷേ മനു എന്നെ സ്വീകരിക്കാന്ന് പറഞ്ഞ നിമിഷം മുതൽ ഞാൻ അതിന് ശ്രമിക്കുകയാണ്. അവന്റെ അമ്മയായിട്ട് മാറാൻ തുടങ്ങുകയായിരുന്നു. അതിനിടയ്ക്ക് എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ആദ്യം കാണാതായ ഈ വിവാഹം നടക്കുമോ? മനുവിന്റെ വീട്ടുകാരതിന് സമ്മതിക്കുമോ? ഇത് കേട്ട് നിത്യ പറയുന്നു, നീ എന്നെ ഇങ്ങനെ സംശയിക്കുന്നു ഞാൻ കരുതിയില്ല. എങ്ങനെയാ നിനക്കത് പറ്റുന്നത്? നിനക്കൊരു നല്ല കാര്യം വരുമ്പോൾ ഞാനതിന് തടസ്സം നിൽക്കുമോ എന്നൊക്കെ നിത്യ പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട്. സുജാതയും ഇത് കേൾക്കുന്നു. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് പറയുന്നു. അമ്മേ, ഇവളെന്നോട് ചോദിച്ചത് കേട്ടില്ലേ? ആദ്യം ഞാൻ എവിടേക്കെങ്കിലും മാറ്റി നിർത്തിയതാണെന്ന്. അമ്മയ്ക്കുണ്ടോ ഇങ്ങനെ സംശയം? പിന്നെ എൻ്റെ മോൻ എവിടെ പോയി അത് പറയുന്ന ജോലി നീ ബഹളം വെക്കാതെ, നിത്യ അങ്ങനെ ചെയ്യില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. അവർ ചിലപ്പോൾ മുന്നത്തെ പോലെ പേടിപ്പിക്കാൻ ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. മക്കളെ നമ്മൾ കണ്ടുപിടിക്കും. അവർ വരുമ്പോൾ അവർ പറയുമല്ലോ അതിന് ഉത്തരം. അതുവരെ ഒന്ന് ക്ഷമിക്കേ എന്നൊക്കെ സുജാത പറയുമ്പോൾ മനുവിന്റെ കോൾ വരികയാണ് ജോലിക്ക്. ടെൻഷനോടെ നിൽക്കുകയാണ് ജോലി. നിത്യ ഫോൺ വാങ്ങിച്ചിട്ട് സുജാതയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഫോൺ എടുക്കുക, അല്ലെങ്കിൽ മനു ചിലപ്പോൾ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. സുജാത ഫോൺ എടുത്തു. ജോലിക്കൊന്ന് ഫോൺ കൊടുക്കാൻ മനു പറയുന്നുണ്ട് സുജാതയോട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.